ഇക്വേഷൻ. അതായത് ഇതായിരുന്നു ഫിക്സ്ഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്ന സാധനം ഇതായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടണം. എന്താണ്? സി ഓഫ് എക്സ് കോമ ടി, അതായത് വേരിയേഷൻ ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് as well as ടൈം ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന് രണ്ട് കണ്ടീഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോ കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ സർഫസിൽ കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ആ സർഫസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വേഫറിന്റെ സർഫസ് ആണ്. അപ്പൊ നമ്മൾ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇമ്പ്യൂരിറ്റി വേഫറിന്റെ സർഫസിലോട്ട് കൊടുക്കും. ഇവിടെ പറയുന്നത് എപ്പോഴും വേഫറിന്റെ എന്താണ് സർഫസിൽ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അതായത് നമ്മൾ സാധാരണ വേഫറിന്റെ അവിടെ ഒരു ഇമ്പ്യൂരിറ്റി കൊടുത്തു. വേഫറിന്റെ ഇതായിരുന്നു ഒരു വേഫർ എന്ന് വെക്കുക. ഇപ്പൊ ഇതാണൊരു വേഫർ, അല്ലെങ്കിൽ ഞാൻ ചരിച്ച് കാണിക്കുക. ഇതാണൊരു വേഫർ. ഈ വേഫറിന്റെ സർഫസ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇമ്പ്യൂരിറ്റി കൊടുക്കും. സാധാരണ കേസിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഇമ്പ്യൂരിറ്റി വരുമ്പോൾ ഡിഫ്യൂഷൻ കാരണം ഹയർ കോൺസെൻട്രേഷൻ ആയിരുന്നു. ഇവിടെ വേഫറിന്റെ അകത്തോട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. ഇവിടെ നിന്ന് പയ്യെ ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ സർഫസിലെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. സർഫസ്, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രേഷൻ ഒരു സർഫസ് കോൺസെൻട്രേഷൻ സി എസ് ആണെന്ന് വെക്കുക. കോൺസെൻട്രേഷൻ ഓഫ് സർഫസ് സി എസ്. ഈ സി എസ് എപ്പോഴും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇപ്പൊ ഞാൻ സി എസ് കൊടുത്തു, ഇവിടെ ഒരു 1000 പാർട്ടിക്കിൾസ് കൊടുത്തു എന്ന് വെക്കുക. ഇവിടെ ഒരു 1000 പാർട്ടിക്കിൾസ് കൊടുത്തു. ഡിഫ്യൂഷൻ കാരണം ഈ 1000 നിന്നൊരു 10 പോയെന്ന് അസ്യൂം ചെയ്യുക. 1000 10 ഇങ്ങോട്ട് പോയെന്ന് വെക്കുക ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ. അപ്പൊ ഇത് 900 ആവണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 10 പാർട്ടിക്കിൾ 900 ഉള്ള 990 990 10 പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോയാൽ 990 ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആയിട്ട് 990 ആവുന്നതിന് പകരം 10 ഇങ്ങോട്ട് പോയാൽ ആ 10 കൂടെ ഇങ്ങോട്ട് കൊടുക്കും നമ്മൾ എക്സ്ട്രാ. എന്നിട്ട് ഇത് എപ്പോഴും എത്രയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും? 1000 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ സർഫസിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ എത്രയാണോ ഡിഫ്യൂസ് ചെയ്തു പോകുന്ന അതേ സാധനം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 1000 ഇവിടെ കൊണ്ടുവരും. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ഇവിടെ 1000 കിട്ടുന്ന രീതിയിൽ ഇമ്പ്യൂരിറ്റീസ് കൊടുത്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ നോക്കിയാൽ അവിടുത്തെ കോൺസെൻട്രേഷൻ 1000 ആയിരിക്കും. ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതൊന്നും ഇവിടെ അവർ നോക്കത്തില്ല. എത്ര ഡിഫ്യൂസ് ചെയ്തു പോകും അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സാധനം കൊടുക്കും. എപ്പോഴും 1000 കൊടുത്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എപ്പം നോക്കിയാലും ഇമ്പ്യൂരിറ്റീസ് 1000 ആയിരിക്കും. ആ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ. അപ്പൊ അവിടെ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കാം. ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം സി ഓഫ് എക്സ് കോമ 0 ആണ്. ജനറലി സി എങ്ങനെ കോൺസെൻട്രേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് as well as ടൈം. അപ്പൊ ജനറലി സി ഓഫ് എക്സ് കോമ ടി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജനറലി എന്താണ്? സി ഓഫ് എക്സ് കോമ ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇനിഷ്യൽ കണ്ടീഷൻ ആകുമ്പോൾ ടൈം 0 ആയിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ടൈം 0. ടൈം 0 എന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ടൈം 0 ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ടൈം 0 കഴിയുമ്പോഴാണ് നമ്മൾ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ടൈം 0 എന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ റിയാക്ഷനോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസെൻട്രേഷൻ അറ്റ് എക്സ്, അതായത് എക്സ് കോമ 0, അതായത് എത്ര ടൈം 0 ആകുമ്പോൾ എവിടത്തെ കോൺസെൻട്രേഷൻ എടുത്താലും 0 ആയിരിക്കും. കാരണം എന്താണ്? ടൈം 0 ഇവിടെ കോൺസെൻട്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത് ഈ ബൗണ്ടറിയിൽ അല്ലെ, അല്ലെങ്കിൽ സർഫസിന് കോൺസെൻട്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 0 എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത സമയം, ഒന്നും തുടങ്ങിയിട്ടില്ല. 0+ എന്ന് വെച്ചാൽ 0 കഴിയുന്നത് നമ്മൾ സി എസ് എന്നുള്ള കോൺസെൻട്രേഷൻ കൊടുക്കും. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ കണ്ടീഷൻ എപ്പോഴും എന്തായിരിക്കും? സി ഓഫ് എക്സ് കോമ 0 0 എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം 0 എന്തായിരിക്കും? 0. കാരണം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്താലല്ലേ കോൺസെൻട്രേഷൻ എവിടെയെങ്കിലും വരൂ. അപ്പൊ കോൺസെൻട്രേഷൻ അറ്റ് ടൈം t 0 എന്തായിരിക്കും? T is always 0. കാരണം ടൈം c 0 നമ്മളൊന്നും കൊടുക്കുന്നില്ല. t 0 കഴിയുമ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു കോൺസെൻട്രേഷൻ കൊടുക്കും. പിന്നെ കോൺസെൻട്രേഷന് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി ബൗണ്ടറി കണ്ടീഷൻ. അപ്പൊ ഇനിഷ്യൽ കണ്ടീഷൻ ഇതായിരുന്നു. ഇനിഷ്യൽ കണ്ടീഷൻ സെയിം ആണ്. അത് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. സി ഓഫ് എക്സ് കോമ 0 0 എന്ന് വെച്ചാൽ ടൈം t 0 എന്താണ്? കോൺസെൻട്രേഷൻ ഈസ് ഓൾവേസ് 0. കാരണം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് വൺ എന്താണ്? ബൗണ്ടറി കണ്ടീഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനിലെ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ വേഫർ
വേഫറിന്റെ ഈ സർഫസിലാണല്ലോ നമ്മൾ മാക്സിമം കോൺസെൻട്രേഷൻ ആദ്യം കൊടുക്കുന്നത് 1000. പിന്നെ ഈ വേഫറിന്റെ അകത്തോട്ട് ദൂരം കൂടുന്തോറും കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? അതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഒന്ന് തുടക്കവും പിന്നെ നമ്മൾ എന്ത് പറയുന്നത്, ഒന്ന് ഒടുക്കം അല്ലെ, ഒന്ന് തുടക്കം ഒന്ന് അവസാനം, ആ രീതിയിൽ ആലോചിച്ചാലും മതി. അപ്പോ സി ഓഫ് 0,t എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 0 വന്നു. സി ഓഫ് എക്സ് ഇസിക്കൽ ടു 0, ഏതെങ്കിലും ടൈം. ഇവിടത്തെ കണ്ടീഷൻ തന്നെ നമ്മൾ ആലോചിക്കുക. എന്താണ് ഇത്? കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞു, കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ? കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ആ സർഫസിൽ കോൺസെൻട്രേഷൻ സെയിം ആണ്. 1000 ആണെങ്കിൽ എപ്പോഴും നോക്കിയാലും സർഫസിൽ 1000 ആണ് കോൺസെൻട്രേഷൻ. അപ്പോ കോൺസെൻട്രേഷൻ അറ്റ് സർഫസ് ഞാൻ CS ആണെന്ന് കൊടുത്താൽ എത്ര സമയം കഴിഞ്ഞ് നോക്കിയാലും സർഫസിലെ കോൺസെൻട്രേഷൻ എന്താണ്? CS തന്നെയാണ്. അതിലെ കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ അർത്ഥം. കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സർഫസിൽ കൊടുക്കുന്ന കോൺസെൻട്രേഷൻ എത്ര സമയം കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന്റെ വാല്യൂ CS ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? സി ഓഫ് 0,t എന്ന് വെച്ചാൽ സി ഓഫ് എക്സ് ഇസിക്കൽ ടു 0 ആണ്, ഏത് ടൈമിലായാലും. എക്സ് ഇതാ നമ്മൾ എക്സ് ഇസിക്കൽ ടു 0, അതാ വേഫറിന്റെ ആ തുടക്കം അല്ലെങ്കിൽ ആ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് ഇസിക്കൽ ടു 0. കാരണം വേഫറിന്റെ തിക്നെസ്സിനെയാണ് ഈ എക്സ് എന്ന് പറയുന്നത്. വേഫറിന്റെ തിക്നെസ്സിനെയാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ഇസിക്കൽ ടു 0 വേഫറിന്റെ തിക്നെസ്സിലോട്ട് കയറിയിട്ടില്ല. ദാറ്റ് മീൻസ് അറ്റ് ദി സർഫസ് ഓഫ് വേഫർ. പിന്നെ അകത്തോട്ട് പോകുന്നതോറും എക്സിന്റെ വാല്യൂ 0 എന്ന് 1 ആവും, 2 ആവും, എക്സെട്ര അപ് ടു അങ്ങോട്ട് പോകെ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ സി ഓഫ് ഇൻഫിനിറ്റി ടി ആണ്. സി ഓഫ് ഇൻഫിനിറ്റി ടി ആണ്. അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വേഫർ നമ്മൾ എടുത്തു, ഒരു വേഫർ എടുത്തു. ഈ തുടക്കത്തിൽ എത്രയായിരിക്കും? CS ആയിരിക്കും. സർഫസിലുള്ള കോൺസെൻട്രേഷൻ എന്താണ്? CS ആണ്. ഇനി വേഫറിലോട്ട് പോകും തോറും നമുക്കറിയാം കോൺസെൻട്രേഷൻ ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. ഇവിടെ 1000 ഉണ്ടായിരുന്നു എങ്കിൽ നേരത്തെ പറഞ്ഞു, ഇവിടെ അങ്ങോട്ട് പോകും തോറും 700 ആയി, കുറച്ചുകൂടെ അങ്ങോട്ട് പോകും തോറും 300 ആയി, പിന്നെ അങ്ങോട്ട് പോകും തോറും 100 ആയി, പിന്നെ അങ്ങോട്ട് പോകും തോറും 10 ആയി, പിന്നെ 1 ആയി, പിന്നെ അങ്ങോട്ട് ഇല്ല ഡിഫ്യൂഷൻ. കാരണം കോൺസെൻട്രേഷൻ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള അത്ര, ഇപ്പൊ ഇവിടെ ഒരു ചൂട് സാധനം വെച്ചിരുന്ന അതിൽ ഭയങ്കര ചൂടായിരിക്കും, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് ചൂട് കുറച്ചുകൂടെ കുറവായിരിക്കും. ഇനി എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഒരു ചൂട് സാധനം വെച്ചിരുന്ന ദൂരം കൂടുന്തോറും ചൂട് അറിയാൻ പോലും ഒക്കത്തില്ല. അങ്ങനെ ഒരു ചൂട് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സി ഓഫ് ഇൻഫിനിറ്റി ടി ഈസിക്കൽ ടു 0. അതായത് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയാൽ എത്ര ടൈം കഴിഞ്ഞാലും അവിടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേഷന്റെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഇതായിരുന്നു നമ്മളെ ഫിക്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ലോയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. സെക്കൻഡ് ലോയിലോട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? സൊല്യൂഷൻ ഗീവ്സ് സി ഓഫ് എക്സ് ടി ഇസിക്കൽ ടു, അപ്പോ കോൺസെൻട്രേഷൻ അറ്റ് ഏത് ടൈം ആയാലും ഏത് ഡിസ്റ്റൻസിലായാലും ഏത് ടൈമിലായാലും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? CS എന്ന് വെച്ചാൽ സർഫസിലുള്ള കോൺസെൻട്രേഷൻ ഇൻറ്റു ERFC എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് x/2 ഇൻറ്റു റൂട്ട് dt. ഇതാണ് ഈ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതില്ലെങ്കിൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷന്റെ ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും, കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത്രയും ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഫൈനൽ സൊല്യൂഷൻ മാത്രം മതി. അതുകൊണ്ട് ആ സൊല്യൂഷൻ പഠിച്ചു വെക്കുക എല്ലാവരും. അപ്പോൾ സി ഓഫ് എക്സ് ടി ഈസിക്കൽ ടു CS. അപ്പോൾ പക്ഷേ ഇതിലെ ഓരോ ടേംസും അറിയണം. CS എന്ന് വെച്ചാൽ സർഫസിലുള്ള കോൺസെൻട്രേഷൻ ആണ്, ERFC എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ആണ്, എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ, തിക്നെസ്. ഡിസ്റ്റൻസ് എന്ന് പറയാം തിക്നെസ് ഓഫ് വേഫർ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓഫ് വേഫർ എന്ന് പറയാം, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദി വേഫർ. നമ്മൾ എവിടെ വരെയാണ് കൺസിഡർ ചെയ്യുന്നത് പറയാം. D ഈസ് ദി ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി ആണ് D എന്ന് പറയുന്നത്. T നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ആ ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്, പെർ സെന്റിമീറ്റർ ക്യൂബിലുള്ള കോൺസെൻട്രേഷൻ ആണ്. D എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്, X എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, T ഈസ് ദി ഡിഫ്യൂഷൻ ടൈം ആണ്, T എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ ടൈം ആണ്, ERFC എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് സൊല്യൂഷൻ ഓഫ് ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ. കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷനിലെ സൊല്യൂഷൻ ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഡിഫ്യൂഷൻ വിത്ത്
കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ ആണ് അടുത്ത ഡിഫ്യൂഷൻ വിത്ത് കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പൻ. കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പൻ. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പൻ, കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പൻ. ടോട്ടൽ ഡോപ്പന്റ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഞാൻ ഇപ്പൊ 1000, ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം, 1000 ഡോപ്പന്റ് കൊടുക്കുന്നു. ഞാൻ മൊത്തം കൊടുക്കുന്നത് 1000 ഡോപ്പന്റ് ആണ്, മാറ്റമില്ല. പക്ഷെ ആ 1000 ഡോപ്പന്റ് ഞാൻ വേഫറിലോട്ട് തന്നെയാണ് കൊടുത്തത്. വേഫറിലോട്ടെ ഡിഫ്യൂസ് ചെയ്യും, പുറത്തോട്ടൊന്നും പോകില്ല. ആ ഒരു കൺസെൻട്രേഷനിലാണ് കൊടുത്തിരുന്നത്. അതായത് ഡോപ്പന്റ് ഡിഫ്യൂസേഴ്സ് ഓൺലി ഓൺ ടു സിലിക്കൺ. പക്ഷെ ഞാൻ 1000 കൊണ്ടുവന്നു, 1000 കൊടുത്തു, പിന്നെ ഞാൻ അതിൽ ഇൻക്രീസ് ഒന്നും കൊടുക്കുന്നില്ല. നേരത്തെ കേസിൽ എന്ന് വെച്ചാൽ എപ്പോഴും ആ 1000 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ 1000 കൊടുത്തു, പിന്നെ ഞാൻ അത് കൊടുത്തില്ല. 1000 കൊടുത്തു, മൊത്തം 1000 കൊടുത്തു, പിന്നെ ഞാൻ അതിനെ കുറിച്ച് ബോധമല്ല. ഞാൻ 1000 കൊടുത്തു, ഇനി അത് ഡിഫ്യൂസ് ചെയ്ത് അങ്ങ് പൊയ്ക്കോട്ടെ, ഞാൻ അതിന് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെയാണ് കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പന്റ് എന്ന് പറയുന്നത്. പക്ഷെ നേരത്തെ കേസിൽ ഡോപ്പന്റ് കോൺസ്റ്റന്റ് ആണോ? അല്ല. 1000 കൊടുത്തു, ആ 1000 കുറയുമ്പോൾ വീണ്ടും അത് 1000 ആക്കി മാറ്റി. അതായിരുന്നു നേരത്തെ ഏതാണ്? കോൺസ്റ്റന്റ് സർഫസ് കോൺസെൻട്രേഷൻ. അവിടെ സർഫസിലുള്ള കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു. ഇവിടെ സർഫസിലല്ല, മൊത്തത്തിൽ ഡോപ്പന്റ് കോൺസ്റ്റന്റ് ആയിരുന്നു. 1000 എന്ന് പറഞ്ഞാൽ 1000 കൊടുത്തു, ഇനി വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ ഇവിടെ 1000 എന്ന് പറഞ്ഞാൽ 1000 വരെ എന്താണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡോപ്പന്റ് പെർ യൂണിറ്റ് ഏരിയ ഞാൻ QT ആണ് കൊടുത്തത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ 1000 പറയുന്നത്, അതുപോലെ QT ഞാൻ ഡോപ്പന്റ് കൊടുത്തു. ഇനി ഇവിടെയും അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഡോപ്പന്റ് ഡിഫ്യൂസ് ഓൺലി ടു സിലിക്കൺ. സിലിക്കണിലോട്ടേ പോകുന്നുള്ളൂ, അല്ല ഡോപ്പന്റ് സറൗണ്ടിങ്സിലോ ഒന്നും പോകുന്നില്ല. അപ്പൊ ഡോപ്പന്റ് ഞാൻ കൊടുത്തിരിക്കുന്ന മൊത്തം ഡോപ്പന്റും സിലിക്കണിലോട്ട് തന്നെ ഡിഫ്യൂസ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിഷ്യൽ കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷനിൽ മാറ്റമൊന്നുമില്ല. C(x,0) 0 തന്നെയാണ്. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, C(x,0) എന്താണ്? 0 ആണ്. കാരണം ടൈം t0, സമയം തുടങ്ങിയില്ല. സമയം t0 കഴിയുമ്പോഴേ നമുക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാവൂ. സെയിം കണ്ടീഷൻ നേരത്തെ തന്നെ, അവിടെ മാറ്റമൊന്നുമില്ല. ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് ഓൾവേസ് സെയിം. C(x,) അറ്റ് ടൈം t0 എന്താണ്? 0 ആണ്. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷനിലാണ് മാറ്റം. ബൗണ്ടറി കണ്ടീഷനിൽ ഇത് x, t ആണ് കേട്ടോ. C(∞, t) ആണ്. ബൗണ്ടറി കണ്ടീഷനിൽ ഞാൻ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ പറയാം, കാരണം സെയിം ആയതുകൊണ്ട്. നേരത്തെ പോലെ തന്നെ ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൂരം വളരെ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ അവിടെ എത്തത്തില്ല. സെയിം കണ്ടീഷനാണ് നേരത്തെ പറഞ്ഞത്. 1000 കൊടുത്തു, 700 ആയി, 600 ആയി, 500 ആയി, 300 ആയി, 1 ആയി, അവസാനം 0 ആവും. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും കോൺസെൻട്രേഷന്റെ വാല്യൂ എന്തായിരിക്കും? 0. ദാറ്റ് മീൻസ് C(∞, t) 0 തന്നെയാണ്. ഇനി അടുത്ത ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഈ കണ്ടീഷൻ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ സം ഓഫ് എന്നൊരർത്ഥം വരുന്നു. സം ഓഫ്, അതായത് ഞാൻ 1000 കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ 1000 ഡോപ്പന്റ് പെർ സെന്റിമീറ്റർ ക്യൂബ് ഇവിടെ പോകും. എവിടെയാണ്? ഈ സർഫസിൽ. പിന്നെ ഞാൻ അനങ്ങുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ 1000-ൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ പോകും. ആണല്ലോ, 1000 നിന്ന് ഡിഫ്യൂസ് ചെയ്തു. ഇത് 1000 ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഡിഫ്യൂഷൻ ഒരു ഗോസിയൻ കർവ് കണക്കാണ്. അപ്പൊ ഇവിടെ 1000 ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് കുറഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. ഒരു ഗോസിയൻ കർവ്. അതും എക്സാമിന് എഴുതുക, എന്താണ് ഗോസിയൻ കർവാണ് ഫോളോ ചെയ്യുന്നത് ഡോപ്പിങ്ങിന്റെ. അപ്പോ കാര്യം ഡിഫ്യൂഷൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ ഫോളോസ് എ ഗോസിയൻ കർവ്. അപ്പോൾ ഇവിടെ 1000 ഉണ്ടായിരുന്നു. ഈ 1000 ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഒരു പർട്ടിക്കുലർ സ്ഥലമാകുമ്പോൾ 0 ആവുമെന്ന് നമ്മൾ ഓൾറെഡി ആ ബൗണ്ടറി കണ്ടീഷൻ വെച്ച് പറഞ്ഞു. ഇനി ഈ 1000 സാധനം കുറെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഈ 1000 ആയിരുന്നത് ഇവിടെ 600 ആയി. എന്നിട്ട് ഞാൻ അകത്തോട്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത് ഈ 600 ഉണ്ടായിരുന്നു. ബാക്കി എത്രയാണ്? ബാക്കി ഒരു 300 ഇതാ ഇവിടെ ഈ ഒരു പൊസിഷൻ. ഈ പൊസിഷൻ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തായിട്ട് കിടക്കുന്നു. പിന്നെ ബാക്കി ഇത്രയും ഭാഗത്തായിട്ട് ഒരു 50 കിടക്കുന്നു. ബാക്കി അടുത്ത ഭാഗമായിട്ട് 50 കിടക്കുന്നു. അപ്പൊ ഞാൻ നോക്കി 1000 കൊടുത്തു. ഇപ്പൊ നോക്കിയപ്പോ സർഫസിൽ 600 ഉള്ളൂ. ബാക്കി 300 സർഫസിന്റെ തൊട്ടടുത്തുണ്ട്. പിന്നെ 900 ആയി. പിന്നെ ഉള്ള ഒരു 50 50 അല്ല, ഒരു 70 ഇപ്പുറത്തുണ്ട്. പിന്നെ ഒരു 30 ഇപ്പുറത്തുണ്ട്. പിന്നെ ഒന്നുമില്ല. ആ ഒരു രീതിയിൽ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ടോട്ടൽ ഡോപ്പന്റ് ഞാൻ QT കൊടുത്തെങ്കിൽ സർഫസിൽ QT വരണമെന്നില്ല. കാരണം
സർഫസ് നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ ഉള്ള എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ആ കൊടുത്ത 1000 തന്നെ കിട്ടുന്നു അല്ലെ. 1000 കൊടുത്തു, 600 സർഫസിനുണ്ട്, 300 അകത്ത് പോയി, പിന്നെ അകത്തോട്ട് വീണ്ടും ഒരു 70 ഉണ്ട്, പിന്നെ അകത്തോട്ട് 30 ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ 1000 കൊടുത്തത് 1000 അവിടെ ഉണ്ട്, പക്ഷെ തൊട്ട് സർഫസിലല്ല, അകത്തോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോയി. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഈ വേഫറിന്റെ അകത്ത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കൊടുത്ത 1000 കിട്ടും. അതാണ് ഈ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ സമ്മേഷൻ. നമുക്കറിയാം ഇന്റഗ്രേഷൻ, അതായത് 0 ടു വേഫറിന്റെ അകത്ത് മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്താൽ, അതായത് 0 ടു ഇൻഫിനിറ്റി വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് സി ഓഫ് എക്സ് കോമ ടി ആയപ്പോൾ എന്ത് കിട്ടി? ക്യൂ ടി എന്ന് കിട്ടി. സി ഓഫ് എക്സ് കോമ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സി ഓഫ് എക്സ് കോമ ടി, അതായത് അതിന്റെ അകത്ത് മൊത്തത്തിൽ എല്ലാം കൂടെ വേഫറിന്റെ അകം മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ കൊടുത്ത ക്യൂ ഓഫ് ടി കിട്ടി. ഇവിടെ ഇൻഫിനിറ്റി ഒന്നും കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റി വരെ ഒന്നും എത്തണ്ട. ഒരു കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ കോൺസെൻട്രേഷൻ 0 ആവും. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാം, ആ ദൂരം നമുക്ക് അറിഞ്ഞില്ലാത്തതുകൊണ്ട് തുടക്കം തൊട്ട് വേഫറിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കൊടുത്തിട്ടുള്ള സാധനം അല്ലെ. വേഫറിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കൊടുത്തിട്ടുള്ള 1000 അല്ലെങ്കിൽ QT എന്നുള്ള സാധനം അവിടെ ഉണ്ടാവും മൊത്തത്തിൽ സം എടുക്കുമ്പോൾ എന്ന അർത്ഥം സൂചിപ്പിക്കാനാണ് 0 ടു ഇൻഫിനിറ്റി സി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു QT എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ഇതിന്റെ സൊല്യൂഷനും നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇതിന്റെ സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യുക? ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. സി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു ക്യൂ ടി ഡിവൈഡഡ് ബൈ റൂട്ട് 5 ഇൻറ്റു ഡി ടി എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഡി ടി ആണ്. ഇതിന് ഓരോ ടേംസ് അറിയാം. ക്യൂ ടി എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഡോപ്പന്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ ക്യൂ ടി. നമുക്ക് അറിയാം എല്ലാ ടേമും. ഡി ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി, ടി ഈസ് ദി ഡിഫ്യൂഷൻ ടൈം, എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, ബാക്കി എല്ലാ ടേംസും അറിയാം. അപ്പൊ ഇതാണ് ദി സൊല്യൂഷൻ ഓഫ് ഫിക്സ് സെക്കൻഡ് ലോ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പന്റ് ആയ കേസിലുള്ള കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ. കോൺസ്റ്റന്റ് ടോട്ടൽ ഡോപ്പന്റ് ആയതിന്റെ കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ ഇതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ. അപ്പൊ ഇനി ഇതിലൊരു കണ്ടീഷൻ കൂടെ പറയുന്നത്, സൊല്യൂഷൻ കിട്ടി. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, അറ്റ് എക്സ് ഇസിക്കൽ ടു 0 എന്ന് വെച്ചാൽ സർഫസിലെ കോൺസെൻട്രേഷന്റെ വാല്യൂ കിട്ടാനാണ്. സർഫസ് കോൺസെൻട്രേഷന്റെ വാല്യൂ, സർഫസ് കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ സർഫസിൽ എത്ര കോൺസെൻട്രേഷൻ അവശേഷിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. അറ്റ് എക്സ് ഇസിക്കൽ ടു 0 എന്ന് വെച്ചാൽ നമുക്കറിയാം സർഫസിലുള്ള കോൺസെൻട്രേഷൻ. അപ്പൊ എന്ത് ചെയ്യുക? ഈ ജനറൽ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പൊ സി ഓഫ് 0 കോമ ടി ഈസ് ഈക്വൽ ടു ക്യൂ ടി ബൈ റൂട്ട് 5 ഡി ടി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഓഫ് 0. ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. സോ സർഫസ് കോൺസെൻട്രേഷൻ നമുക്ക് ആ ഇക്വേഷനിൽ തന്നെ കിട്ടും. എന്ത് കിട്ടും? ക്യൂ ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 5 ഡി ടി. ക്യൂ ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 5 ഡി ടി എന്ന് നമുക്ക് കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. സി എസ് ഇസിക്കൽ ടു സി ഓഫ് 0 കോമ ടി ഇസിക്കൽ ടു ക്യൂ ടി ബൈ റൂട്ട് ഓഫ് 5 ഡി ടി, വേർ ക്യൂ ടി ഇസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഡോപ്പന്റ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഇത്രയാണ് ആ രണ്ട് കണ്ടീഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.